എഴുതിയിട്ടുണ്ടാ? ഓ മൈ ഗോഡ്, അയ്യോ. ഇതിലും പോസിറ്റീവ് അല്ലേ? 2-3 വീക്ക്, 2 to 3 weeks. ഹായ് ഓൾ. ഈ വ്ളോഗ് ഞാൻ ചെയ്യുന്നത് ആക്ച്വലി ഒരു ഡോക്യുമെൻ്ററി അല്ലെങ്കിൽ ഒരു മെമ്മറി പോലെ സൂക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. എൻ്റെ വൈഫിൻ്റെ അല്ലെങ്കിൽ സാറയുടെ ഫസ്റ്റ് പ്രഗ്നൻസിയുടെ ഇന്ന് ഞാനിപ്പോൾ വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോൾ ആക്ച്വലി സാറ പ്രഗ്നൻ്റ് ആണ്. ഓൾമോസ്റ്റ് 1 month 1.5 months പ്രഗ്നൻ്റ് ആണ്. സോ എക്സൈറ്റഡ് ആണ് ഞങ്ങൾ. പക്ഷേ കുറച്ച് കോംപ്ലിക്കേഷൻസ് ഉണ്ട് അതിനകത്ത്. അപ്പോൾ അതൊക്കെ ഞാൻ വഴിയെ പറയാം. അപ്പോൾ ഞാൻ ഈ ഒരു ഇതിൽ ഞാൻ ആക്ച്വലി ഇതെല്ലാം ഒന്ന് ജസ്റ്റ് ഡോക്യുമെൻ്റ് ചെയ്യുകയാണെങ്കിൽ കുറച്ച് കൊല്ലങ്ങൾ കഴിഞ്ഞ് ഇത് കാണുമ്പോൾ എങ്ങനെയാവും എന്ന് നോക്കണം. വേറെ ഒരു പ്രശ്നമില്ലെങ്കിൽ നമുക്ക് ബേബീനെ ഡിസംബറിൽ ഡേറ്റ് കിട്ടിയിരിക്കുന്ന ബേബീനെ കിട്ടുന്ന ഡേറ്റ്. സോ ലെറ്റ്സ് സീ. ആക്ച്വലി ഞങ്ങൾ 1.5 months അറിഞ്ഞു പ്രഗ്നൻ്റ് ആണെന്നുള്ളത്. പക്ഷേ ഒരു ഏപ്രിൽ 2025 ഞങ്ങൾ അറിഞ്ഞു. പക്ഷേ എൻഡ് ഓഫ് മെയ് ഫസ്റ്റ് വീക്കിൽ സാറയ്ക്ക് കോംപ്ലിക്കേഷൻ വന്നത്. ബ്ലഡ് വരാൻ തുടങ്ങി അവിടെ നിന്ന്. സോ ബ്ലഡ് വരുന്നത് ആക്ച്വലി നല്ലതല്ല. അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് ബേബി ഓക്കെ ആണെന്ന് അവർ പറഞ്ഞു. ഞങ്ങൾ ബേബീനെ കാണിച്ചെന്ന് ഓൾമോസ്റ്റ് 2 months കഴിഞ്ഞു. 2 months and 2 days എന്നാണ് പറഞ്ഞത്. പിന്നീട് എല്ലാം ഫുഡൊക്കെ ഓക്കെ ആയിട്ട് വന്നു. സാറയ്ക്കും ഫുഡിനോടുള്ള ക്രേവിങ്സ് ഒക്കെ നന്നായിട്ട് വന്നു തുടങ്ങി. ഞങ്ങൾ പേരൊക്കെ ഡിസൈഡ് ചെയ്യാനുള്ള തിരക്കിലായി. എന്ത് പേരിടണം, എങ്ങനെ ഇടണം. പിന്നീടാണ് ഞങ്ങൾ ചിന്തിച്ചത്, ഞങ്ങളുടെ ക്ലോസ് ഫ്രണ്ട്സിനോടൊന്നും പ്രഗ്നൻസിയെ കുറിച്ചിട്ടൊന്നും പറഞ്ഞു തന്നില്ല. കാര്യം തുടക്കത്തിലെ കോംപ്ലിക്കേഷൻസ് വന്നുകൊണ്ട് ഞങ്ങൾ പിന്നെ എല്ലാം നോക്കിയിട്ട് പറയാമെന്ന് വിചാരിച്ചു. അപ്പോഴാണ് ഞങ്ങൾ ചിന്തിച്ചത് ഞങ്ങളുടെ വളരെ ക്ലോസ് ഫ്രണ്ട്സിനോട് ഈ പ്രഗ്നൻസിനെ കുറിച്ച് പറയാം. അപ്പം അതിൻ്റെ കൂടെ തന്നെ അവർക്കൊരു സർപ്രൈസ് പോലെ ജെൻഡർ റിവീൽ കൂടിയും അവരുടെ കൂടെ തന്നെ നടത്താമെന്ന് ഞങ്ങൾ വിചാരിച്ചു. ഹായ് ഗൈസ്. അപ്പോൾ ഞങ്ങൾ ഫ്രണ്ട്സിനെ സർപ്രൈസ് ചെയ്യാനായിട്ട് പോവാണ്. നിങ്ങളായിരിക്കുന്നു. അപ്പൊ നമുക്ക് ആമസോണിലായിരുന്നു മുക്കാലൊരാൾ ബെല്ലടിച്ചു. ഇവിടെയാ നിങ്ങള് വീഡിയോ എന്തുകൊണ്ടായിരിക്കും വീഡിയോ എടുക്കുന്നത്? സാറേനെ നോക്കൂ. എനിക്ക് ആണോ? കൺഗ്രാറ്റ്സ്. മനസ്സിലായില്ല. ഞാൻ പെട്ടെന്ന് മനസ്സിലാവില്ല. അതാ ഞാൻ ആദ്യം തന്നെ റെക്കോർഡ് ചെയ്ത് വന്നിട്ട് നിങ്ങൾ പെട്ടെന്ന് കണ്ട് മനസ്സിലാക്കുകയാണെങ്കിൽ. അല്ലല്ലല്ല, ഇതിലൊട്ടും മനസ്സിലാവില്ല. അതിങ്ങനെയല്ലേ കിടക്കണ. പിന്നെ അന്ന് തന്നെ ജെൻഡർ റിവീൽ നടത്തുക എന്ന് പറഞ്ഞതും അവർക്ക് ഭയങ്കര സർപ്രൈസ് ആയിരുന്നു. അവർ അതും ഒട്ടും എക്സ്പെക്ട് ചെയ്തില്ല. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി അവിടെ അടുത്തൊരു ഗാർഡനിലേക്ക് കേക്കും കൊണ്ട് ചെന്നു. ഞങ്ങൾ ചെറിയൊരു 4 പേരുമായിട്ട് പിന്നെ അവരുടെ ന്യൂ ബോൺ ബേബി എൻസോയും കൂടി ഉണ്ടായിരുന്നു ഞങ്ങളുടെ കൂടെ. അപ്പോൾ ഞങ്ങൾ 5 പേരും കൂടി ജെൻഡർ റിവീൽ നടത്താൻ പ്ലാൻ ഇട്ടു. അപ്പോൾ അതിൻ്റെ കൂടെ ഞാൻ ചെറിയൊരു ഗെയിം പോലെ പ്ലാൻ ചെയ്തിരുന്നു. ഒരു ബോയിൻ്റെയും ഗേളിൻ്റെയും ചെറിയൊരു ഷർട്ട് പോലെ കൊടുത്തിട്ട് എൻസോനെ കൊണ്ട് അത് എടുപ്പിക്കാനായിട്ട് ഞങ്ങൾ പ്ലാൻ ചെയ്തു. എൻസോ എടുത്തത് ഒരു ഗേളിൻ്റെ ഷർട്ടായിരുന്നു. അപ്പോൾ അറിയില്ല, നമുക്ക് നോക്കാം ഗേളായിരിക്കുമോ ബോയ് ആയിരിക്കുമോ എന്ന്. അങ്ങനെ ഞങ്ങൾ കേക്ക് കട്ട് ചെയ്തു. യെസ്, ഇറ്റ്സ് എ ഗേൾ.
അതൊരു ഗേളാണ്. സോ ഞങ്ങൾക്കൊരു ഗേളാണ് ജനിക്കാൻ പോകുന്നത്. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. കാര്യം ഞാൻ ആഗ്രഹിച്ചിരുന്ന ഒരു ഗേളാണ്. സോ ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് ഞങ്ങൾ വീട്ടിൽ വിളിച്ച് പറഞ്ഞു. അവർക്കും ഭയങ്കര സന്തോഷമായി. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് സദ്യയും കഴിച്ചിട്ടാണ് ഇറങ്ങിയത്. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ പോയത് ഞങ്ങളുടെ അടുത്ത ക്ലോസ് ഫ്രണ്ട്സിൻ്റെ വീട്ടിലോട്ടാണ്. ജെയ്സൺ ചേട്ടൻ, ഇവർക്ക് ഭയങ്കര വലിയ പ്രത്യേകതയുണ്ട്. കാര്യം ഇവരും ആക്ച്വലി ഒരു ബേബീനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഞങ്ങളുടെ അതേ ടൈമിൽ തന്നെ, ഒരു 1-2 ആഴ്ചയുടെ വ്യത്യാസത്തിൽ. അപ്പോൾ അവരോട് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അവർ ഞങ്ങളോട് പറഞ്ഞിരുന്നു അവർ പ്രഗ്നൻ്റ് ആണ് ഏകദേശം ഞങ്ങളുടെ ഒരു ടൈമിന് മുന്നേയൊക്കെ ആയിട്ട്. അപ്പോൾ അവർക്കും അത് ഭയങ്കര സർപ്രൈസ് ആയിരിക്കും. അവിടെ ഭയങ്കര മാറ്റം. ഞാനിങ്ങനെ ചുമ്മാ വ്ളോഗ് എടുക്കാന്ന് വെച്ചിട്ടായിരുന്നു. നിങ്ങളെ വിളിക്കുമ്പോ ഞങ്ങൾ ഓൾറെഡി പറയാൻ തുടങ്ങായിരുന്നു. സെയിം ഡേറ്റ് അല്ല, ഭയങ്കര ഒരു സർപ്രൈസ്. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടി വന്നത്. ഞാനതല്ല, എനിക്ക് ജെയ്സൺ ചേട്ടൻ വിളിച്ചപ്പോഴേ ദൈവമേ മീഡിയ മാൻ പ്രൊഡക്ഷൻസിന്റെ പ്രൊഡക്ഷൻസ് അല്ല, അതെ 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 സെയിം, ഏകദേശം സെയിം ടൈം തന്നെ. നിങ്ങൾ വിളിച്ചപ്പോ അപ്പൊ ഞങ്ങള് ഡോക്ടറെ കണ്ടിട്ടുണ്ട്. മീൻസ് അങ്ങനെയല്ല, 3 months കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഞങ്ങളത് ചൊന്നാ പിന്നെ അതുകൂടി കഴിഞ്ഞ് പറയാന്ന് വിചാരിച്ചു. അപ്പോഴാണ് പെട്ടെന്ന് ബ്ലീഡിങ്ങിന്റെ ഒരു ഇത് വന്നു. അപ്പൊ ഞങ്ങൾക്ക് ഒരു ചെറിയൊരു ശരിയാണ്. അപ്പൊ ഞങ്ങൾ ആലോചിച്ചു എന്നാ പിന്നെ എന്തായാലും അറിഞ്ഞാ ഓക്കെ നമ്മുടെ ഏതാന്നുള്ളത് പറഞ്ഞു കഴിഞ്ഞാ അടിപൊളി. അത് കഴിഞ്ഞ് ഞങ്ങൾ അവർക്ക് ഒരു ചെറിയൊരു ഒരു പ്രസൻ്റൊക്കെ കൊടുത്തു അവരുടെ ബേബി ബോയ്ക്ക്. അപ്പോൾ അവരും ഭയങ്കര ഹാപ്പിയായി. അത് കഴിഞ്ഞ് ഞങ്ങൾ അടുത്ത ക്ലോസ് ഫ്രണ്ട്സ് വിഷ്ണു, അത് കഴിഞ്ഞ് ഫെബിൻ, എൽസ, അവരുടെ വീട്ടിൽ പോയി. അവരോടും ഞങ്ങളുടെ സന്തോഷം പങ്കുവച്ചു. അവർക്ക് ആദ്യം സാറിനെ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി. പിന്നെ അവരും മിണ്ടിയില്ല. പിന്നെ ഞാനൊരു ചെറിയൊരു കേക്ക് പോലെയൊക്കെ കൊടുത്ത് അങ്ങനെ അത് റിവീൽ ചെയ്തു. അപ്പോൾ അവർക്കും ഭയങ്കര സന്തോഷമായി. സെപ്റ്റംബറിൽ ഞങ്ങൾ ചെക്കപ്പും പിന്നെ ഞങ്ങൾ വീടൊന്ന് മാറിയിരുന്നു. അതിൻ്റെ തിരക്കൊക്കെ ആയിട്ട് അങ്ങനെ പോയി. ഒക്ടോബറിൽ ജെയ്സൺ ചേട്ടനും അലീനയും ഞങ്ങളുടെ വീട്ടിലോട്ട് വന്നു. അപ്പോൾ അവർ പറഞ്ഞു നമുക്കൊരു ഫോട്ടോഷൂട്ട് ചെയ്യാം. കാര്യം 2 പേരും ഒരേ സമയത്ത് പ്രഗ്നൻ്റ് ആണ്. അപ്പോൾ അതൊരു നല്ലൊരു സന്തോഷമായിരുന്നു അപ്പോൾ ഞങ്ങൾക്ക്. അപ്പോൾ ഞങ്ങൾ 2 പേരും 2 ഫാമിലീസ് ഒരുമിച്ച് ഫോട്ടോഷൂട്ടൊക്കെ ചെയ്യാനായിട്ട് ഒക്ടോബറിൽ കുറച്ച് സമയം കണ്ടെത്തി. സാറ ആക്ച്വലി ഓരോ സ്റ്റേജും എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. തുടക്കത്തിലെ കുറേ ബുദ്ധിമുട്ടുകൾ, പിന്നെയുള്ള ഓരോ വളർച്ച, പിന്നെ ഞങ്ങൾ ഫ്രണ്ട്സായിട്ടുള്ള ഓരോരോ കൂടിക്കാഴ്ചകൾ എല്ലാം ശരിക്കും പറഞ്ഞ സാറ എൻജോയ് ചെയ്യായിരുന്നു ഈ പ്രോസസ്സ് മുഴുവനായിട്ട്. അതിൽ ഞാനും ചെറിയൊരു ഭാഗമായി, അത്രേ ഉള്ളൂ. ഫെബിനും എൽസയും ഞങ്ങളുടെ വീട്ടിലോട്ട് വന്നു. അവരും ഞങ്ങളെ കുറേ ഹെൽപ്പ് ചെയ്തു ഫോട്ടോഷൂട്ടൊക്കെ ചെയ്യാൻ. പിന്നെ സാറയുടെ ഒരു കസിൻ വന്നിരുന്നു, പിന്നെ എൻ്റെ കസിൻ. അപ്പം അങ്ങനെ ഒക്ടോബർ മുഴുവൻ ഒരു വിസിറ്റേഴ്സ് മന്തായി മാറി. ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായി എല്ലാവരും കണ്ടത്. നവംബറിൽ ആക്ച്വലി കുറേ ടെസ്റ്റിംഗ് ഉണ്ടായിരുന്നു. അതിൻ്റെ കൂടെ തന്നെ ഞങ്ങൾ കുറേ സാധനങ്ങൾ കളക്ട് ചെയ്തു. കുഞ്ഞിന് വേണ്ടിയിട്ടുള്ള അത്യാവശ്യമായിട്ടുള്ള സാധനങ്ങൾ നാട്ടിൽ നിന്ന് അമ്മ കുറേ സാധനങ്ങൾ അയച്ചു തന്നു. അങ്ങനെ നവംബറും കടന്നുപോയി.
ഡിസംബർ തുടങ്ങിയപ്പോൾ പിന്നെ ഞങ്ങൾ കൗണ്ട് ഡൗണൊക്കെ ചെയ്യാൻ തുടങ്ങി, എത്ര മണിക്കൂർ ഇനി ബാക്കിയുണ്ടെന്ന് കുഞ്ഞു വരാൻ. ഡിസംബർ 10 ഒരു പുലർച്ചയ്ക്ക് ആയപ്പോൾ സാറയ്ക്ക് നല്ല പെയിൻ വന്നു തുടങ്ങി, നിൽക്കാൻ പറ്റാത്ത പോലത്തെ പെയിൻ. അപ്പോൾ ഞങ്ങൾ ഹോസ്പിറ്റൽ ബാഗും എല്ലാം പാക്ക് ചെയ്ത് വണ്ടിയിലേക്ക് മാറ്റി. പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിലേക്ക് എത്തി. ഒരു 20 മിനിറ്റ് ഡ്രൈവ് ഉണ്ടായിരുന്നു. സാറയ്ക്ക് നിൽക്കാൻ പറ്റാത്തത്ര പെയിൻ തുടങ്ങിയിരുന്നു. അപ്പോൾ തന്നെ അവർ അഡ്മിറ്റാക്കി. കുറച്ചൊക്കെ പെയിൻ കില്ലേഴ്സൊക്കെ കൊടുത്തിരുന്നു. സാറയോട് സംസാരിക്കാൻ ഞാനും ഡോക്ടേഴ്സും എല്ലാവരും വന്നിരുന്നു. പിന്നെ അന്ന് വൈകിട്ട് തന്നെ ഡെലിവറി നടന്നു. തുള്ളിത്തോളുമ്പാതെ നീ പഞ്ഞിച്ചുരുൾ മാനസം